ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രിഡ്ജ് ബോക്സിൽ കിടക്കുന്ന ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിയെ നമ്മൾ ഇതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോവുകയാണ്. എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്ത നമ്മുടെ ആൽബിനോ ക്യാറ്റ് ഫിഷും സ്പോട്ടഡ് ക്യാറ്റ് ഫിഷും ഒക്കെ കിടക്കുന്ന ആ ഒരു ടാങ്കിലേക്കാണ് മാറ്റാനായിട്ട് പോകുന്നത്. ഇങ്ങനെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടൊരു പ്ലാൻ നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇത് പെട്ടെന്ന് ഉണ്ടായതാണ്. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതായത് കുറച്ച് മീനുകളെ നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട് വേറൊരു ടാങ്കിൽ നിന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സ് ഇപ്പോൾ കാലിയാക്കുന്നത്. ഈ ഒരു ജയൻറ്റ് ഗൗരാമിയെ അതിൽ നിന്ന് മാറ്റിയിട്ട് ഈ ജയൻറ്റ് ഗൗരാമിയെ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആൽബിനോ ക്യാറ്റ് ഫിഷും സ്പോട്ടഡ് ക്യാറ്റ് ഫിഷും ഒക്കെ കിടക്കുന്ന പുതിയ ടാങ്കിലേക്കാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ടാങ്കിൽ നമുക്ക് ആൽബിനോ ക്യാറ്റ് ഫിഷും സ്പോട്ടഡ് ക്യാറ്റ് ഫിഷും മാത്രമാണ് ഇടാനായിട്ട് പ്ലാൻ ഉള്ളത്. പക്ഷേ നമുക്ക് അർജൻറ്റായിട്ട് ഈ ഒരു ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിയെ മാറ്റേണ്ടതുണ്ട്. എന്നിട്ട് കുറച്ച് മീനുകളെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. അത് ഏത് മീനുകളാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിയെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ആ ഒരു പുതിയ ടാങ്കിലേക്ക്. പുതിയ ടാങ്കല്ല, നമ്മുടെ ആൽബിനോ ക്യാറ്റ് ഫിഷും സ്പോട്ടഡ് ക്യാറ്റ് ഫിഷും കിടക്കുന്ന ടാങ്കാണ്. അപ്പോൾ ആ ഒരു ടാങ്കിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇപ്പോൾ. കാരണം അതിനകത്ത് 3 സ്പോട്ടഡ് ക്യാറ്റ് ഫിഷും ഒരു ആൽബിനോ ക്യാറ്റ് ഫിഷും മാത്രമാണ് കിടക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ടാങ്കാണ്. ഈ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിയെ നമ്മൾ ടെമ്പററി ആയിട്ടാണ് ആ ഒരു ആൽബിനോ ക്യാറ്റ് ഫിഷിൻ്റെയും സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിൻ്റെ ഒക്കെ ടാങ്കുകളിൽ നമ്മൾ ഇടുന്നത്. കാരണം ആ ടാങ്കുകളിലേക്ക് നമ്മൾ വേറെയും മീനുകളെ, വേറെ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽബിനോ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകൾ തന്നെ നമ്മുടെ ടബ്ബുകളിൽ ചെറിയ സൈസ് കിടക്കുന്നുണ്ട്. നമ്മൾ അവരെ കുറച്ച് സൈസ് ആവാനായിട്ട് ഇട്ടേക്കാണ്. അപ്പോൾ അവർ സൈസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടാങ്കിലേക്ക് തന്നെയാണ് മാറ്റുന്നത്. അപ്പോൾ ജയൻറ്റ് ഗൗരാമിയെ നമുക്ക് അതിനകത്ത് ഇടാനായിട്ട് സാധിക്കില്ല, അതിനെ വേറൊരു ടാങ്കിലേക്ക് മാറ്റേണ്ടി വരും. പക്ഷേ ഇപ്പോൾ അതിനകത്ത് സ്പേസ് ഉണ്ട്. അതിനകത്ത് 4 ആൽബിനോ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഈ ഒരു ജയൻറ്റ് ഗൗരാമി അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് നമ്മുടെ ചെറിയ ടാങ്കുകളിൽ കിടക്കുന്ന ഗൗരാമികളിൽ വെച്ച് ഏറ്റവും വലിയ സൈസാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് ഏകദേശം 1 ഫീറ്റിനടുത്ത് വരുന്നുണ്ട്. ഈ ഫ്രിഡ്ജ് ബോക്സിനകത്ത് കിടന്നിട്ടാണ് ഇത് ഈ ഒരു സൈസിലേക്ക് വന്നത്. ആ ഒരു ഫ്രിഡ്ജ് ബോക്സ് നിങ്ങൾ കണ്ടില്ലേ, അത് അത്ര വലിയ സൈസുള്ള ഒരു ബോക്സ് ഒന്നുമല്ല, ചെറിയൊരു ഫ്രിഡ്ജ് ബോക്സ് ആണ്. അതിനകത്ത് കിടന്നിട്ട് അത്യാവശ്യം സൈസൊക്കെ ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്ന ടാങ്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടി വലുപ്പമുള്ള ടാങ്കാണ്. അപ്പോൾ അത്യാവശ്യം ഇതിന് നീതി നടക്കാനുള്ള സ്പേസ് ഒക്കെ അതിനകത്തുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് 4 ആൽബിനോ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകൾ മാത്രമാണ് കിടക്കുന്നത്. അപ്പോൾ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. വേറെ ഗൗരാമികളൊന്നും അതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ഫൈറ്റിനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ അതിൽ കിടക്കുന്ന നമ്മുടെ ക്യാറ്റ് ഫിഷുകളായിട്ട് ഇതിന് ഫൈറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ക്യാറ്റ് ഫിഷുകൾ കൂടുതലും അവർ അടിയിലെ സമയം സ്പെൻഡ് ചെയ്യുന്ന മീനുകളാണ്. തീറ്റയുടെ സമയത്തൊക്കെയാണ് കൂടുതലും മുകളിലേക്ക് വരുന്നത്. എന്നാൽ ജയൻറ്റ് ഗൗരാമി ആണെങ്കിൽ ഒരു മധ്യഭാഗത്ത് മുകളിലൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് വലിയ ഫൈറ്റും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ കാണുന്ന ടാങ്കാണ് നമ്മൾ കുറച്ച് നാൾ മുമ്പ് സെറ്റ് ചെയ്തത് നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വന്ന ഒരു പ്ലാനായിരുന്നു ഇതിനെ ഇതിലേക്ക് മാറ്റുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇതിനെ മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രിഡ്ജ് ബോക്സ് നമുക്ക് അർജൻറ്റായിട്ട് കാലിയാക്കേണ്ടതുണ്ട്. അതിലേക്ക് കുറച്ച് മീനുകൾ വരുന്നുണ്ട് അർജൻറ്റായിട്ട്. നമ്മുടെ കയ്യിലുള്ള മീനുകൾ തന്നെയാണ്, പക്ഷേ പെട്ടെന്ന് നമുക്ക് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോണത് ആ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ കാര്യവും ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം എല്ലാം കൂടി മിക്സ് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ജയൻറ്റ് ഗൗരാമി നമ്മൾ മുമ്പ് പല വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. വാട്ടർ ചേഞ്ചിൻ്റെ സമയത്തും ഗ്രോത്ത് അപ്ഡേറ്റിൻ്റെ സമയത്തൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിയാണ്. നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഫിഗറാണ്, ഷേപ്പും കാര്യങ്ങളൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ളൊരു പീസാണ്. പിന്നെ പെല്ലറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. നമ്മുടെ ചില ജയൻറ്റ് ഗൗരാമികൾ പെല്ലറ്റ് ഫുഡ് അങ്ങനെ വല്ലാതെ കഴിക്കില്ല. അവർ കുറച്ച് കഴിച്ച് പിന്നെ ബാക്കിയൊക്കെ വേസ്റ്റാക്കി ഇടാറുണ്ട്. കാരണം അവർക്ക് അത്ര ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. എന്നാൽ ഈ ഒരു ജയൻറ്റ് ഗൗരാമി നല്ല രീതിയിൽ പെല്ലറ്റ് കഴിക്കും. പിന്നെ നമ്മൾ ഇവർക്ക് ഇലവർഗ്ഗങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. നമ്മളെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള അക്വാട്ടിക് പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്യാറുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ മണ്ണിരകളെ പിടിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ചിക്കനും കൊടുക്കാറുണ്ട് ചില സമയങ്ങളിൽ. പിന്നെ ഈ ഒരു ടാങ്ക് എന്ന് പറയുന്നത് ഡയറക്റ്റ് മഴവെള്ളം വീഴുന്ന ടാങ്കാണ്. ജയൻറ്റ് ഗൗരാമികൾക്ക് അങ്ങനെ മഴവെള്ളം വീഴുന്ന ടാങ്കൊന്നും ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളും ആൽബിനോ ക്യാറ്റ് ഫിഷുകളും ഇതിൽ തന്നെയാണ് കിടക്കുന്നത്. അവർക്കും യാതൊരു പ്രശ്നമില്ല. അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ചില മീനുകൾക്കൊക്കെ മഴവെള്ളം വീഴുന്ന ടാങ്ക് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഇതിനകത്ത് ആൽഗെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേറെ സ്ട്രെസ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ഡയറക്റ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സ് ഈ ഒരു ടാങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ആൽഗെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കളറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. ആൽഗെ വാട്ടറിലാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, നല്ല അടിപൊളി പച്ച കളറിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ആൽബിനോ ക്യാറ്റ് ഫിഷ് സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്കും ഇത്തരത്തിലുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ ഈ ജയൻറ്റ് ഗൗരാമിക്കും ഈ ക്യാറ്റ് ഫിഷുകൾക്കും ഒക്കെ ഡയറക്റ്റ് അന്തരീക്ഷത്തിൽ ശ്വസിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് എയറേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാൻ ഇടയ്ക്കൊക്കെ എയറേഷൻ കൊടുക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. വെള്ളം നല്ല രീതിയിൽ കണ്ടീഷനായിട്ട് കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എപ്പോഴും നമ്മൾ വെള്ളത്തിലേക്ക് ഒരു ഓക്സിജൻ സപ്ലൈ ഉണ്ട് എന്നുണ്ടെങ്കിൽ വെള്ളം നല്ല രീതിയിൽ കണ്ടീഷനായിട്ട് കിടക്കും. അതായത് ഇതിനകത്തുള്ള മറ്റേ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യും. അതുകൊണ്ടാണ് ഈവൺ ഇത്തരം മീനുകൾക്ക് എയറേഷൻ കാര്യങ്ങളൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വെള്ളത്തിൽ എയറേഷൻ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുതിയ സ്പേസ് ആയതുകൊണ്ട് കുറച്ച് നേരം നമുക്ക് കാണാനൊന്നും ബുദ്ധിമുട്ടായിരിക്കും. കാരണം എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയായിരിക്കും. പിന്നെ ഈ ഒരു ഗൗരാമി ഇതിനു മുമ്പ്
ഒരുമിച്ചൊന്നും വേറെ മീനുകളുടെ കൂടെ നടന്നിട്ടില്ല. കൂടുതൽ കാലവും ആ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ തന്നെയാണ് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് ആൽബിനോ ക്യാറ്റ് ഫിഷുകളെയും സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഇതൊക്കെ കണ്ടില്ലേ, പെട്ടെന്നൊരു ഇത് കാണിച്ചു. എനിക്ക് തോന്നുന്നു അവിടെ ആൽബിനോ ക്യാറ്റ് ഫിഷ് സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് എന്തോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളൊന്ന് ചാടിയതാണ്. ഇത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ സെറ്റായിക്കോളും. പിന്നെ നമ്മൾ 2 മീനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള 2 ആൽബിനോ സക്കർ ക്യാറ്റ് ഫിഷുകളാണ്. അവർ കുറേ നാളായിട്ട് 2 ടബുകളിലായിട്ട് 2 എണ്ണം എടുക്കുന്നുണ്ട്. അതിനകത്ത് കിടന്നിട്ട് കുറച്ച് ഗ്രോത്തും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി വലിയ സ്പേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് കുറച്ചും കൂടി നന്നായിട്ട് വരും. അപ്പോൾ ഈ ഒരു ടാങ്കിലേക്ക് മാറ്റാമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. കാരണം അവർ അടിയിൽ കിടക്കുന്ന മീനുകളാണ്. അപ്പോൾ അടിയിൽ കിടക്കുന്ന മീനുകളായിട്ട് ഇതിനകത്തുള്ളത് നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകൾ 4 എണ്ണമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അവരെയും കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 6 ആണ് കൗണ്ട് വരുന്നത്. അപ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. പിന്നെ ഈ ഒരു ജയൻറ്റ് ഗൗരാമി മാത്രമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ടാങ്ക് തൽക്കാലത്തേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ 2 എണ്ണത്തിൻ്റെയും കൂടിയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ആൽബിനോ സക്കർ ക്യാറ്റ് ഫിഷുകളെ. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഇടാം. അപ്പോൾ അങ്ങനെ ഈ ഒരു ജയൻറ്റ് ഗൗരാമിക്ക് അത്യാവശ്യം വലിയ സ്പേസ് തന്നെ കിട്ടി. ആൾ ഒറ്റയ്ക്കാണ് ഇതിനകത്ത്. ഒറ്റയ്ക്ക് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് വേറെ ജയൻറ്റ് ഗൗരാമികളൊന്നുമില്ല. വേറെ ജയൻറ്റ് ഗൗരാമികൾ ഉണ്ടെങ്കിൽ ഫൈറ്റിനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് കാര്യങ്ങളൊക്കെ വന്ന് അവരുടെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആവും. ഇത് ഇപ്പോൾ ഒറ്റയ്ക്ക് കിടക്കുന്നതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ അടിച്ച് ഗ്രോത്ത് വയ്ക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. കാരണം വേറെ സ്ട്രെസ്സിനുള്ള സാധ്യതകളൊക്കെ ഈ ഒരു ടാങ്കിൽ ഇപ്പോൾ വളരെ കുറവാണ്. പിന്നെ മഴവെള്ളം ഡയറക്റ്റ് വീഴുന്നത് ഇതിനൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ടെറസിൻ്റെ മുകളിൽ ട്രസ്സിൻ്റെ അടിയിലാണ് ഇത്ര നാളും ഇരുന്നിരുന്നത്. ഗൗരാമി ആയതുകൊണ്ട് കുഴപ്പമില്ല. വേറെ വല്ല മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് ഓസ്കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ മഴയൊക്കെ വന്ന് പോകുന്നതാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ നിർത്താതെ പെയ്യുന്ന മഴയൊക്കെയാണ് പ്രശ്നമാകുന്നത്. അതായത് രാത്രിയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ പെയ്യുമ്പോഴൊക്കെയാണ് പ്രശ്നം വരാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.